Hello my dear students, welcome back to our tele classes. Yes, last class we discussed the center of mass of a system of particles. That is discrete mass. Okay, we will class discuss continuous mass distribution. Continuous mass distribution. What is continuous mass distribution? How the center of mass we discuss. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങളുടെ മെമ്മറിയിലുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു പ്രോബ്ലത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, യെസ്, നോക്കൂ. പാർട്ടിക്കിൾസ് ഓഫ് മാസസ് m, 2m, 3m and m grams are placed on same line at a distance l, 2l, 3l, nl from a fixed point. Distance of the center of mass of the particle from the fixed point. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അങ്ങ് വരയ്ക്കാം. നോക്കൂ, ലൈൻ. പാർട്ടിക്കിൾ ഓഫ് മാസ് m, 2m, 3m and m are placed on the same line at a distance l, 2l, 3l from a fixed point. നമുക്ക് ഒറിജിൻ ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ദെൻ l ഡിസ്റ്റൻസിൽ ഒരു മാസ് ഉണ്ട്, m ഇരിക്കുന്നു. 12 ഡിസ്റ്റൻസ് അകലെ വേറൊരു മാസ് ഉണ്ട്, ഇറ്റ് ഈസ് 2m. 3l ഡിസ്റ്റൻസ് അകലെ വീണ്ടും മാസ് ഉണ്ട്, ഇറ്റ് ഈസ് 3m. എക്സെട്ര 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 അങ്ങനെ പോയി ഒരുപാട് പോയാൽ ആരിയിരിക്കുന്നു, nl ഡിസ്റ്റൻസ് അകലെ ആരിയിരിക്കുന്നുണ്ട്, nm ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ പോയിന്റ് ഒറിജിനായി ചൂസ് ചെയ്തു, ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ ആ പോയിന്റിനെ ബേസ് ചെയ്ത് ഇത്രയും മാസുകൾ ഇരിക്കുന്നുണ്ടല്ലോ nm വരെ, അവരുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഞാൻ പറയാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് എക്സ് ആക്സിസ് ആണെന്നങ്ങ് വിചാരിച്ചോളൂ. അപ്പോൾ എക്സ് സി എം കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. എന്താ പറയൂ? m1 x1 plus m2 x2 plus m3 x3 plus etc 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 all divided by total mass ആണല്ലോ. അപ്പോൾ m1 x1 plus m2 x2 plus m3 x3 plus etc etc mn xn all divided by total mass. m1 plus m2 plus m3 plus etc 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 nm. ഓക്കെ, ലാസ്റ്റ് nm അല്ലേ വരുന്നത്. അപ്പോൾ xcm is equal to, come on, m1 x1, m1 is m itself, m into l plus 2m into 2l plus 3m into 2l plus അങ്ങനെ പോകുന്നു. ഫൈനലി എക്സെട്ര എക്സെട്ര nm into nl. കറക്റ്റ് അല്ലേ? ഫൈനൽ മാസ് nm, ഫൈനൽ ലെങ്ത് nl. ബൈ ആകെയുള്ള മാസ് എടുക്കുമ്പോൾ എന്ത് വരും? m പ്ലസ് 2m പ്ലസ് 3m പ്ലസ് എക്സെട്ര 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 nm. n പാർട്ടിക്കിൾസ് ആണ്, ഡിസ്ക്രീറ്റ് ആണ് കേട്ടോ, കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള മാസുകളാണ്. ഓരോരുത്തരെയും നമുക്ക് വേറെ 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 ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എക്സ് സി എം ഈസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കുക അവിടെ എം എൽ കോമൺ അല്ലേ, ന്യൂമറേറ്ററിലെ എം എൽ ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ്, സോറി 2 ഇൻറ്റു 2 4 ഉണ്ട് കേട്ടോ, 4 പ്ലസ് 3 ഇൻറ്റു 2, 3 ഇൻറ്റു 3l ആണ്, സോ 9 പ്ലസ് എക്സെട്ര 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 എം എൽ പുറത്ത് പോയാൽ പ്ലസ് എന്ത് വരുന്നു? ഫൈനലി n സ്ക്വയർ, n ഇൻറ്റു n സ്ക്വയർ. ഡിനോമിനേറ്ററിൽ അതുപോലെ തന്നെ എന്ത് വരുന്നു? m നമ്മൾ കോമൺ ആക്കിയിട്ടാൽ ബാക്കി 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര 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 ഫൈനലി n അല്ലേ വരുന്നത്? ഇതാ ഫൈനൽ nm. m നമ്മൾ കോമൺ ആയി പുറത്തെടുത്തു. സോ എങ്ങനെ വരുന്നത്? m കട്ടായി പോകുന്നു. xcm ഈസ് ഈക്വൽ ടു, xcm ഈസ് ഈക്വൽ ടു, കമോൺ, l ഇൻറ്റു 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് എക്സെട്ര എക്സെട്ര ഫൈനലി n സ്ക്വയറിലേ നിൽക്കുന്നത്. അതിൻ്റെ സം കാണാൻ മാത്തമാറ്റിക്സുകാർ നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, സം കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 all divided by 6. Okay,
1 + 4 + 9 + etc. n സ്ക്വയറിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n × n + 1 × 2n + 1 all divided by 6 by m കട്ടായി പോയി. ബാക്കി 1 + 2 + 3 + etc. n. അതിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n × n + 1/2. ഓക്കെ, അപ്പോൾ നോക്കൂ, എന്നും എന്നും കട്ടാവുന്നു, n + 1 കട്ടാവുന്നു, 6 താഴേക്ക് വരുന്നു, 2 മുകളിലോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ XCM ഈസ് ഈക്വൽ ടു കമോൺ L × 2n + 1 all divided by 3. This is our answer. ഓക്കെ, അതായത് ഈ പോയിന്റിൽ നിന്നും ദിസ് മച്ച് ഡിസ്റ്റൻസ് L × 2n + 1/3 അത്രയും ഡിസ്റ്റൻസ് അകലെയായിരിക്കും സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വരുന്നത്. അത് ഈ ലൈനിൽ എവിടെയാണോ വിത്തിൻ ദാറ്റ് ബൗണ്ടറി ഇറ്റ് സെൽഫ്. ഓക്കെ, അതായത് ഒറിജിനും അതായത് nth പാർട്ടിക്കിളും ഇരിക്കുന്ന ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ എവിടെയോ ഒരു പോയിന്റിൽ എന്ത് വരുന്നു, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വരുന്നു. ഈ പ്രോബ്ലത്തിൽ എന്നിൻ്റെ വാല്യൂ അറിയണം. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, L × 2 × 1 + 1/3. എന്നിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ 2 × 10 + 1/3 × L. അങ്ങനെ പോകുന്നു. എന്നിൻ്റെ വാല്യൂ 100 ആണെങ്കിൽ 2 × 100 + 1/3 × L. അങ്ങനെ വരുന്നു. ഓക്കെ, ഇപ്പോൾ ഇതിൽ മാത്തമാറ്റിക്സ് പഠിക്കാത്ത കുട്ടികൾ, അതായത് ബയോ ലാംഗ്വേജ് എടുത്ത കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ടാവില്ല. മാത്സിൽ എങ്ങനെയാണ് ഈ സാറ് ഇതിനെങ്ങനെ മാറ്റി എഴുതി, 1 + 4 + 9 + etc. n സ്ക്വയറിനെ സാറ് എങ്ങനെയാണ് ഇങ്ങനെ എഴുതിയത്? അറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഞാൻ പറയണോ? ഒരു കാര്യം ചെയ്യാം, ഒരു IIT-യിൽ പഠിച്ച ഒരു ടീച്ചറുണ്ട് ഇവിടെ. അപ്പോൾ IIT-യിൽ പഠിച്ച ആ ടീച്ചർ തന്നെ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരും എങ്ങനെയാണെന്ന്. വളരെ സിമ്പിളായിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു തരും. കാരണം ഒരു മാത്തമാറ്റിക്കൽ പാർട്ട് ആയതുകൊണ്ട് ഞാനൊരു മാത്തമാറ്റിക്സ് ടീച്ചറുടെ അസിസ്റ്റൻസ് എടുക്കുന്നു. ഓക്കെ, നോക്കാം. Hello students, now we are going to find sum of n terms of a natural numbers and sum of squares of first natural numbers. That is 1 + 2 + etc. + n and 1 square + 2 square + etc. + n square. Okay, first we are going to find the first equation. Okay, it is a arithmetic progression. We can find this using arithmetic equations of arithmetic progression, but here we are going to find this using another equation. Okay, we know one equation, that is r + 1 whole square minus r square is equal to 2r + 1. It's a simple equation, that is a + b whole square is equal to a square + 2ab + b square. Okay, in this equation put r is equal to 1. We will get 2 square minus 1 square is equal to 2 × 1 + 1. Put r is equal to 2. We will get 3 square minus 2 square is equal to 2 × 2 + 1 and etc. And at last put r is equal to n. We will get n + 1 whole square minus n square is equal to 2 × n + 1. There are n equations. Add these n equations together, then we can see that 2 square will be cancelled, 3 square will be cancelled, and etc. n square will be cancelled. Then we will get n + 1 whole square minus 1 square is equal to, okay, adding these two we will get 2 × 1 + 2 + etc. + n. That is a sum of first natural numbers that we have to find. Put that as sigma n plus 1 + 1 + etc. + n, that is n. Okay, we have to find the sigma n, that is sum of first n natural numbers. Here we can see that n square plus 2n is equal to 2 sigma n plus n. Okay, put n to left side, we will get 2 sigma n is equal to n square plus n, and sigma n is equal to n × n + 1/2, that is 1 + 2 +
etc. plus n is equal to n into n plus 1 by 2. Okay, now we are going to find sum of squares of first natural numbers, that is 1 square plus 2 square plus etc. plus n square is equal to. Okay, we know one equation, that is r plus 1 whole cube minus r cube is equal to 3r square plus 3r plus 1. Put r is equal to 1, we will get 2 cube minus 1 cube is equal to 3 into 1 square plus 3 into 1 plus 1. Put r is equal to 2, we will get 3 cube minus 2 cube is equal to 3 into 2 square plus 3 into 2 plus 1, etc. Put r is equal to n, we will get n plus 1 whole cube minus n cube is equal to 3 into n square plus 3 into n plus 1. Add these n equations together, then we will get 2 cube will be get cancelled, 3 cube will be get cancelled, etc. n cube will be get cancelled, and we will get n plus 1 whole cube minus 1 cube is equal to, we can take 3 common, we will see that 3 into 1 square plus 2 square plus etc. n square, that we have to find. We can put it as sigma n square plus 3 into 1 plus 2 plus etc. and that we have find sum of first n terms of a natural number, terms of natural number, that is 3 into n plus 1 by 2 plus 1 plus 1 plus etc. 1 for n times we will get n. Here we can see that n plus 1 whole cube is n cube plus 3n square plus 3n plus 1. The n plus 1 whole cube minus n cube is 1 cube is n cube plus 3n square plus 3n is equal to 3 sigma n square plus here we can see that is 3n square by 2 is there, 3 by 2 plus 1 5n by 2 is there. Okay, put these two to the left side, we can see that 3 sigma n square is equal to n cube plus, okay, 3 minus 3 by 2 is 3 by 2 n square, 3 minus 5 by 2 that is 1 by 2 n. We can see that n by 2 into 2n square plus 3n plus 1. Okay, put 3 into left side, we will get sigma n square that we have to find, that is n by 6 into what, this 2n square plus 3n plus 1 is n plus 1 into 2n plus 1. Okay, that means in short what I have find is 1 plus 2 plus etc. plus n is equal to n into n plus 1 by 2 and 1 square plus 2 square plus etc. plus n square is equal to n into n plus 1 into 2n plus 1 by 6. If you want, I am giving another equation also, that is 1 cube plus 2 cube plus etc. plus n cube is equal to n into n plus 1 by 2 whole square. Thank you. യെസ്, കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം ഡിസ്ക്രീറ്റ് മാസുകളെ കുറിച്ചാണ്. ഇനി നമ്മൾ കണ്ടിന്യൂസ് മാസ് നോക്കൂ. ഇതാണ് ഒരു ബോർഡർ ബൗണ്ടറി. ഇയാളുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? ഓക്കെ, ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് എന്താ അറിയോ? ഈ എൻറ്റയർ മാസ് എം ഉണ്ടല്ലോ, എൻറ്റയർ മാസ് എം മാസിനെ നിങ്ങൾ സ്മോൾ 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 എലമെന്റുകളായിട്ട് മുറിക്കും.
dm 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 small masses. ഓരോരുത്തരുടെയും പൊസിഷൻ വെക്ടർ നമ്മൾ വരയ്ക്കും. ഫോർ dm1 r1, dm2 r2, dm3 r3, dm4 r4. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോരുത്തരുടെയും dm1 into r1 plus dm2 into r2 plus dm3 into r3 plus etc. all divided by total mass എടുക്കും. അതായത് ഡിസ്ക്രീറ്റ് മാസ് ആണെന്ന് വിചാരിക്കുക. ഒരു കണ്ടിന്യൂസ് മാസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ഡിസ്ക്രീറ്റ് മാസസ്. ഓരോരുത്തരുടെയും പൊസിഷൻ വെക്ടർ മാർക്ക് ചെയ്യണം. എന്നിട്ട് dm1 into r1 plus dm2 into r2 plus dm3 into r3 plus etc. ഫൈനലി dmi into ri, പിന്നെ all divided by mass. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയർ. An object can be considered as a distribution of small masses, say dmi. Then center of mass of located at a point, that is rcm. ദാ ഇവിടെയാണ് നമ്മൾ വിചാരിച്ചു സെൻട്രൽ ഓഫ് മാസ് ഈ പോയിന്റിലാണെന്ന് വിചാരിച്ചു. rcm ഈസ് ഈക്വൽ, ഇതാണ് പ്രൊസീജിയർ, 1 by total mass into integral rdm. അതിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്കതിനെ എക്സും വൈയും സെഡും സെപ്പറേറ്റ് ആയിട്ട് പറയാം. എക്സ് സി എം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഡി എം ബൈ ഇന്റഗ്രൽ ഡി എം. വൈ മാത്രമാണെങ്കിൽ ഇന്റഗ്രൽ വൈ ഡി എം ബൈ ഇന്റഗ്രൽ ഡി എം. സെഡ് മാത്രമാണെങ്കിൽ ഇന്റഗ്രൽ സെഡ് ഡി എം ബൈ ഇന്റഗ്രൽ ഡി എം. എന്നിട്ട് നമുക്ക് ആർ സി എം കാണാൻ എന്ത് ചെയ്താൽ മതി? ആർ സി എം ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാലോ, എക്സ് സി എം ഐ ക്യാപ് പ്ലസ് വൈ സി എം ജെ ക്യാപ് പ്ലസ് സെഡ് സി എം കെ ക്യാപ് എന്ന് എഴുതാറുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രൊസീജിയർ. അല്ലെങ്കിൽ ആർ സി എമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ നമുക്ക് റൂട്ട് ഓഫ് എന്ത് എഴുതാൻ പറ്റും? എക്സ് സി എം സ്ക്വയർ പ്ലസ് വൈ സി എം സ്ക്വയർ പ്ലസ് സെഡ് സി എം സ്ക്വയർ എന്ന് എടുക്കാം കേട്ടോ. ഇപ്പൊ ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കൂ. ആർ സി എം ഈസ് ഈക്വൽ ടു 1 by total mass into ഇന്റഗ്രൽ ആർ ഡി എം. ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്താൽ, വർക്ക് ഔട്ട് എക്സാമ്പിൾസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ പിക്ചർ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ പ്രോബ്ലംസിലേക്ക് പോകാം, എന്നിട്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും വരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റോഡ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റോഡ്. ഓക്കെ, റോഡ് ഹാവിംഗ് മാസ് എം, ലെങ്ത് എൽ ആൻഡ് ലീനിയർ ഡെൻസിറ്റി ലാംഡ. നിങ്ങൾ കേട്ടിട്ടില്ലേ ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു മാസ് ബൈ ലെങ്ത്തിനെയാണ് നമ്മൾ ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാസ് ബൈ ലെങ്ത് ആണ് ലീനിയർ ഡെൻസിറ്റി ലാംഡ. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഒരു റോഡ് ഉണ്ട്. ഇതാ റോഡ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഒറിജിൻ ആയിട്ട് അങ്ങ് ചൂസ് ചെയ്യാം. ഒറിജിൻ എക്സ് ഈക്വൽ 0 point. ദിസ് ഈസ് എക്സ് ഈക്വൽ 0 point. ദെൻ ഇതിൻ്റെ അതർ എൻഡ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ എൽ ആണ്. നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചൊന്ന് ഗസ് ചെയ്യൂ. ഒരു യൂണിഫോം റോഡ് ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? കമോൺ. നോ ഡൗട്ട് ഇറ്റ് ഈസ് അറ്റ് ഇറ്റ്സ് ജോമെട്രിക്കൽ സെൻറ്റർ. യൂണിഫോം റോഡ് ആണെങ്കിൽ കേട്ടോ, അതായത് ഒരേ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള യൂണിഫോം റോഡ് ആണെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ വരും. നമുക്കത് പ്രൂവ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നതെന്ന്. നോക്കിക്കോളൂ. ഇതാ, നമുക്ക് ഒരു എൻഡ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു. ഇതാ ഇവിടെ വെച്ചു. മറ്റേ എൻഡ് ഇവിടെയാണ്. അപ്പം നമുക്ക് ഈ പോയിന്റിൽ നിന്നും എത്ര അകലെയാണ് സെൻറ്റർ ഓഫ് മാസ് വരെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, ഫോർ മാത്തമാറ്റിക്കൽ കൺവീനിയൻസ് ഞാൻ ഇത് എക്സ് ആക്കിയിട്ടും അതുപോലെ ഇത് വൈ ആക്കി എടുത്തു. അപ്പം ഞാൻ എക്സ് ആക്സിസിൽ തന്നെ ഞാൻ ആ റോഡിനെ പ്ലേസ് ചെയ്താൽ അവൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? നോ ഡൗട്ട് വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് കണ്ടാൽ മതി? പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എക്സ് കോർഡിനേറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എവിടെയോ ഒരു പോയിന്റിൽ സെൻറ്റർ ഓഫ് മാസ് ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് സി എം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ, എന്താണ് ഇക്വേഷൻ? ഇന്റഗ്രൽ കമോൺ ഡി എം ഇൻറ്റു എക്സ്. നമ്മൾ എക്സ് ഡയറക്ഷൻ മാത്രം ആദ്യം പറയണേ. ബൈ ഇന്റഗ്രൽ ഡി എം
ഇന്റഗ്രൽ ഡി എം ഇൻറ്റു എക്സ് ബൈ ഇന്റഗ്രൽ ഡി എം. ക്ലിയർ അല്ലേ? നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന കാര്യം ലാംഡ ഈസ് ഈക്വൽ ടു മാസ് ബൈ ലെങ്ത് എന്ന് തന്നിട്ടുണ്ട്. ഈ ലാംഡ എന്ന് പറയുമ്പോൾ ഡി എം ബൈ ഡി എൽ ആണ്. ഡി എം ബൈ ഡി എൽ, ഡി എം ബൈ ഡി എൽ ഈസ് ഈക്വൽ ടു എം ബൈ എൽ. അപ്പോൾ ഡി എം ഈസ് ഈക്വൽ നമുക്ക് എന്താ എഴുതാൻ പറ്റും? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ഡി എൽ. നോക്കൂ, അപ്പോൾ ഈ റോഡിൽ ഞാനൊരു ചെറിയ എലമെന്റൽ മാസ് എടുത്തു. ഇയാളുടെ മാസ് ഞാൻ ഡി എം എന്നെടുത്തു. ഡി എം അത് കിട്ടാൻ എന്താ ചെയ്യുക? ഡി എം ഈസ് ഈക്വൽ ടു, കമോൺ പറയൂ, എക്സ് സി എം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഹൗ വി ക്യാൻ ഫൈൻഡ് ഡി എം? ഡി എം എന്ന് പറയുമ്പോൾ ആകെയുള്ള മാസ് എം, ആകെയുള്ള ലെങ്ത് എൽ, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു റിക്വയർഡ് ലെങ്ത്. നോക്കൂ, ഈ സ്മോൾ എലമെന്റിന്റെ മാസ് കിട്ടാൻ ടോട്ടൽ മാസ് ഓഫ് ദ റോഡ് ബൈ ടോട്ടൽ ലെങ്ത് ഇൻറ്റു ദാറ്റ് റിക്വയർഡ് ലെങ്ത്. യു ഗോട്ട് ദ പോയിന്റ്? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി എമ്മിന് പകരം എം ബൈ എൽ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു എക്സ് ബൈ ഇന്റഗ്രൽ എം ബൈ എൽ ഇൻറ്റു ഡി എക്സ്. കണ്ടോ? അതായത് ഡി എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എം ബൈ എൽ ഇൻറ്റു ഡി എൽ. ഇവിടെ ഞാൻ എടുത്ത ലെങ്ത് സ്മോൾ എലമെന്റ് ഡി എക്സ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതുന്നുണ്ട്, എം ബൈ എൽ ഇൻറ്റു ഡി എക്സ്. കറക്റ്റ് അല്ലേ? അതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ എം ബൈ എൽ കട്ടായി പോകും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ. ബാക്കി എക്സ് സി എം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ബൈ ഇന്റഗ്രൽ ഡി എക്സ്. നിങ്ങൾക്ക് നേരത്തെ മാത്തമാറ്റിക്സിൽ ഇത് പഠിപ്പിച്ചതുണ്ടാവും. 1 ഡയമെൻഷണൽ മോഷനിൽ സാറ് പഠിപ്പിച്ചതുണ്ട് ബേസിക്സ് ഓഫ് ഇന്റഗ്രേഷൻ. എക്സ് സി എം ഈസ് ഈക്വൽ ടു, ലിമിറ്റ് ഇട്ടില്ല അല്ലേ? എക്സിന്റെ വാല്യൂ 0 തൊട്ട് ഏത് വരെ പോകാം? എൽ വരെ അല്ലേ പോകുന്നത്. അപ്പോൾ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് എല്ലും കൊടുക്കണം, 0 ടു എൽ. ഓക്കെ, ന്യൂമറേറ്റർ ഇന്റഗ്രേറ്റ് ചെയ്തോളൂ. എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എൽ. ഡിനോമിനേറ്റർ ഡി എക്സിന് ഇന്റഗ്രേറ്റ് എന്താ കിട്ടുക? യെസ്, ഓൺ ഇന്റഗ്രേറ്റിംഗ് ഡി എക്സ് വി വിൽ ഗെറ്റ് എക്സ്, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എക്സ്. നിങ്ങൾക്കറിയാം ഏത് ലിമിറ്റാണ് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്? അപ്പർ ലിമിറ്റ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന് പകരം നമ്മൾ എൽ കൊടുത്തു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ സ്ക്വയർ ബൈ 2 ബൈ എൽ. എൽ സ്ക്വയർ ബൈ 2 ബൈ എൽ, ഇറ്റ് ഈസ് എൽ ബൈ 2. അതായത് നമുക്ക് എക്സ് സി എമ്മിന്റെ വാല്യൂ കിട്ടി. എക്സ് സി എം ഈസ് ഈക്വൽ ടു, കമോൺ, എക്സ് സി എം ഈസ് ഈക്വൽ ടു എൽ ബൈ 2. ശരിയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ വന്നിരിക്കുന്നത്. നോക്കൂ, എക്സ് സി എം ഈസ് ഈക്വൽ എൽ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഈ പോയിന്റിൽ നിന്നും ടോട്ടൽ ലെങ്ത് എൽ ആണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റിലാണ് സെന്റർ ഓഫ് മാസ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, യൂണിഫോം റോഡ് ആണെങ്കിൽ എവിടെയായിരിക്കും സെന്റർ ഓഫ് മാസ് വരിക? കറക്റ്റ് സെൻട്രലല്ലേ വരിക. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ നിന്നായാലും റൈറ്റ് എൻഡിൽ നിന്നായാലും ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എൽ ബൈ 2. ദാറ്റ് ഈസ് അറ്റ് ദ സെന്റർ ഓഫ് ദ റോഡ്. ഇതൊരു സിംപ്ലസ്റ്റ് കേസാണ്. ക്ലിയർ ആയോ മെത്തേഡ്? അപ്പോൾ ഈ ഇന്റഗ്രേഷൻ, ഈ ഇക്വേഷൻ ഓർമ്മിക്കണം നിങ്ങൾ. എക്സ് സി എം കാണാനുള്ള ഇക്വേഷനാണ് ഇന്റഗ്രൽ ഡി എം ഇൻറ്റു എക്സ് ബൈ ഇന്റഗ്രൽ ഡി എം. ലിമിറ്റ് നമുക്ക് നോക്കണം, എന്താണോ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ, എന്താണ് സിറ്റുവേഷൻ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാവൂ. പിന്നെ ഈ എൻഡ് ഒറിജിനിൽ വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഇഷ്ടമാണ്. എൻഡ് നമുക്ക് ഇവിടെയും വെക്കാം, ഇവിടെയും വെക്കാം, എവിടെ വെച്ചാലും കുഴപ്പമില്ല. ഒറിജിൻ എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ആ ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ് സെൻറ്റർ ഓഫ് മാസ് വരുന്നത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ആ മെത്തേഡ് എന്ന് പറയുമ്പോൾ ആ റോഡിൻ്റെ ഒരു എൻഡ് ഒറിജിനായി ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് വൈ കോർഡിനേറ്റ് എടുക്കാത്തത്? ഞാൻ പറഞ്ഞല്ലോ, ഇയാളെ നമ്മൾ എക്സ് ആക്സിസിലല്ലേ പ്ലേസ് ചെയ്തത്. അപ്പോൾ അയാളുടെ എക്സ് കോർഡിനേറ്റ് നമുക്ക് ഓൾറെഡി കിട്ടി, വൈ കോർഡിനേറ്റ് 0 ആണ്, കാണേണ്ട കാര്യമില്ല. ക്ലിയർ അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം യൂണിഫോം റോഡല്ലേ? അതായത് ത്രൂ ഔട്ട് അതിന് ഒരേ ഡെൻസിറ്റിയാണ്. ആ ടൈപ്പ് പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാൻ പോകുന്ന പ്രോബ്ലം, ദ ലീനിയർ ഡെൻസിറ്റി ഓഫ് എ റോഡ് ഓഫ് ലെങ്ത് എൽ ലാംഡ ഈസ് ഈക്വൽ എ പ്ലസ് ബി എക്സ്. സീ ദ ഡിഫറൻസ്. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ലാംഡ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്, വേർ എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ്. ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എക്സ് 0 ആകുമ്പോൾ ലീനിയർ ഡെൻസിറ്റി ഈസ് എ,
എക്സിന്റെ വാല്യൂ കൂടുന്തോറും എ പ്ലസ് ബി എക്സ് നമുക്ക് അറിയാം എക്സിന്റെ വാല്യൂ കൂടുന്തോറും ലീനിയർ ഡെൻസിറ്റി കൂടുന്നു. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റോഡ് എന്ന് പറയുമ്പോൾ ഞാൻ പുതിയൊരു കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്തതുപോലെ ഞാൻ റോഡിനെ പ്ലേസ് ചെയ്യുന്നു. ഇതാ റോഡ്. എന്താ വ്യത്യാസം അറിയാമോ? ഈ റോഡിന്റെ ഒരു എൻഡിൽ നിന്നും എക്സ് ഈക്വൽ 0 തൊട്ട് എൽ വരെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയോ? ഡെൻസിറ്റി കൂടി 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 വരുന്നു. ഡെൻസിറ്റി കൂടി 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 വരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ഗസ് ചെയ്യൂ. അതായത് സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? അതായത് ഇത് അതിന്റെ ജോമെട്രിക്കൽ സെന്റർ ആണെന്ന് വിചാരിച്ചോളൂ. ജോമെട്രിക്കൽ സെന്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സെന്റർ ഓഫ് മാസ് ജോമെട്രിക്കൽ സെന്റർ കഴിഞ്ഞിട്ടായിരിക്കോ അതിനു മുന്നേ ആയിരിക്കോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. യെസ്, ജോമെട്രിക്കൽ സെന്റർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും സെന്റർ ഓഫ് മാസ് വരിക. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം ഈ പ്രോബ്ലത്തിൽ നോക്കൂ, എക്സിന്റെ വാല്യൂ കൂടി കൂടി വരുമ്പോൾ ഒപ്പം ലാംഡയുടെ വാല്യൂ കൂടുന്നു. അതായത് ലീനിയർ ഡെൻസിറ്റി ഈ പ്രോബ്ലത്തിൽ കോൺസ്റ്റന്റ് അല്ല. അതായത് ഈ റോഡിന്റെ ആദ്യം വരുന്ന ഭാഗം ലൈറ്റർ മെറ്റീരിയലും അങ്ങ് അപ്പുറത്തെ എൻഡിലോട്ട് പോകും തോറും ഹെവിയർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു യൂണിഫോം റോഡല്ല, യൂണിഫോം മെറ്റീരിയൽ അല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? അപ്പോൾ ഒരേ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയുള്ള റോഡായിരുന്നു യൂണിഫോം റോഡാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം സെന്റർ ഓഫ് മാസ് എവിടെ വരും? ജോമെട്രിക്കൽ സെന്ററും അതുപോലെ സെന്റർ ഓഫ് മാസും ഒരേ പോയിന്റിലായിരിക്കും. പക്ഷേ ഈ പ്രോബ്ലത്തിൽ ലീനിയർ ഡെൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ എക്സ് കൂടുമ്പോൾ എന്ത് മാറുന്നു? സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ആ പൊസിഷൻ കറക്റ്റ് ജോമെട്രിക്കൽ സെന്ററിലല്ല, കുറച്ചുകൂടെ അപ്പുറത്തായിരിക്കും. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നത്. എങ്ങനെ ചെയ്യും? ലാംഡ എന്ന് പറയുമ്പോൾ നമുക്കറിയാം dm by dx is equal to a plus bx. So dm is equal to a plus bx all into dx. This is the procedure. ഇനി നമുക്ക് എക്സ് സി എം തന്നെ കാണാം. എക്സ് സി എം ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി എം ഇൻറ്റു എക്സ് ബൈ ഇൻറ്റഗ്രൽ ഡി എം. നമ്മൾ നേരത്തെ പഠിപ്പിച്ച ഇക്വേഷൻ, ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് എല്ലും ആണല്ലോ. അപ്പോൾ ഞാനിവിടെ 0 to L, ഇവിടെ അതെ 0 to L തന്നെ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ എക്സ് സി എം ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി എമ്മിന് വരുന്നത് കൊടുക്കാം ഡി എം എ പ്ലസ് ബി എക്സ് ഓൾ ഇൻറ്റു ഡി എക്സ് 0 to L. അതുപോലെ ഡിനോമിനേറ്റർ എന്ത് വരുന്നു? ന്യൂമറേറ്ററിൽ ഒരു എക്സ് കൂടെ ഉണ്ട് കേട്ടോ, അതുകൂടെ ഇൻറ്റു എക്സ് കൂടെ വരുന്നുണ്ട്. ഡിനോമിനേറ്ററിൽ എന്ത് വരുന്നു? ഇൻറ്റഗ്രൽ 0 to L എ പ്ലസ് ബി എക്സ് ഇൻറ്റു ഡി എക്സ് ആണല്ലോ. ഇതാ ഡി എമ്മിന് വാല്യൂ കൊടുത്തു. അപ്പം നമുക്ക് എക്സ് സി എം ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ എന്ത് വരും? എ എക്സ് ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. എ എക്സ് ഡി എക്സ് ആണ് എ എക്സ് സ്ക്വയർ ബൈ 2 ആയത്. ബി എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആയി ഇൻറ്റു ഡി എക്സ്. അത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബി ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. നിങ്ങൾക്ക് അറിയാം എക്സ് സ്ക്വയർ ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയില്ലെങ്കിൽ ഞാൻ മാത്തമാറ്റിക്സ് ടീച്ചറെ കൊണ്ട് ക്ലിയർ ചെയ്യിപ്പിച്ചു തരാം. ഓക്കെ, ബൈ ലോവർ ലിമിറ്റുകൾ അപ്ലൈ ചെയ്യണേ. 0 to L ഡിനോമിനേറ്ററിൽ ഒന്ന് അപ്ലൈ ചെയ്യൂ, ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്യൂ. എ ഡി എക്സ് എ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എക്സ് എക്സ് തന്നെ വരും. എ എക്സ് പ്ലസ് ബി എക്സ് ഇൻറ്റു ഡി എക്സ്. അതെന്തായിരിക്കും? എക്സ് ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ബി ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് L. ഇനി നമുക്ക് കഴിഞ്ഞു. ഇനി വെറും മാത്തമാറ്റിക്സ് ആണ്. നമുക്ക് എന്താ അപ്ലൈ ചെയ്താൽ മതി? ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. നോക്കട്ടെ, ലിമിറ്റ് അപ്ലൈ ചെയ്യല്ലേ നമുക്ക്? ഞാൻ ഈ ഫിഗർ ഒന്നും വായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എക്സ് സി എം ഈസ് ഈക്വൽ ടു കമോൺ ആദ്യം എല്ലിൻ്റെ വാല്യൂ കൊടുക്കുക. എ എൽ സ്ക്വയർ ബൈ 2 പ്ലസ് ബി എൽ ക്യൂബ് ബൈ 3. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം 0 കൊടുത്താൽ ഈ ടേമും 0 ആയി പോവും, 0 കൊടുത്താൽ ഈ ടേമും 0 ആയി പോവും. അപ്പോൾ അത് പോയി. ബൈ ഡിനോമിനേറ്ററിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും? എ എൽ പ്ലസ് ബി എൽ സ്ക്വയർ ബൈ 2. അവിടെ അത് ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ടേം പൊക്കോളും കേട്ടോ. എല്ലാറ്റിലും ആര് വന്നിട്ടുണ്ട്? എല്ല് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാ ഇതിൽ എല്ലുണ്ട്, എൽ കോമൺ ആണ്. അപ്പോൾ എൽ പുറത്തെടുക്കാം.
ബാക്കി നിങ്ങൾ സോൾവ് ചെയ്തോളില്ലേ. അപ്പോൾ ഈ പ്രോബ്ലം ഓർമ്മിച്ച് വെച്ചോളൂ. എന്താണ് കൺസെപ്റ്റ് അറിയാമോ നിങ്ങൾക്ക്? ഇത് കണ്ടോ തന്നിരിക്കുന്നത് ലാംഡ ഈസ് ഈക്വൽ എ പ്ലസ് ബി എക്സ്. അപ്പം നമുക്കൊരു റോഡ് തന്നു. ആ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് 0 തൊട്ട് L വരെ ഉള്ള ഡിസ്റ്റൻസിൽ എവിടെയായിരിക്കും? ഉറപ്പായിട്ട് അത് ജോമെട്രിക് സെൻറ്റർ അല്ല. ജോമെട്രിക് സെൻറ്റർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പോയിന്റിലായിരിക്കും സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. എന്തുകൊണ്ടാണ് സെൻറ്റർ ഓഫ് മാസ് ജോമെട്രിക്കൽ സെൻറ്റർ കഴിഞ്ഞു വരുന്നത്? റീസൺ ഇതാണ്, ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ലൈറ്റർ മെറ്റീരിയൽ കൊണ്ടും റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഹെവിയർ മെറ്റീരിയലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്, ലാംഡ ഈസ് ഈക്വൽ എ പ്ലസ് ബി എക്സ് എന്നാണ്. എക്സിൻ്റെ വാല്യൂ കൂടുന്തോറും നമ്മുടെ റോഡ് മോർ ആൻഡ് മോർ ഹെവിയർ ആയിക്കൊണ്ടിരിക്കുന്നു. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അപ്പോൾ ഈ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാണ് സെൻറ്റർ ഓഫ് മാസ് കാണുന്നത്? അതിൻ്റെ പ്രൊസീജിയറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. യെസ്, റിംഗ് അല്ലേ, റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? യൂണിഫോം റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് എല്ലാവർക്കും അറിയാം. യൂണിഫോം റിംഗ് ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ സെൻറ്ററിലായിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ഒറിജിൻ ചൂസ് ചെയ്താൽ, ഒറിജിൻ ഇവിടെ ചൂസ് ചെയ്താൽ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് സെൻറ്റർ ഓഫ് മാസ്? ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 0 അല്ലേ വരാം. ഇപ്പം റിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഒറിജിൻ നമ്മൾ സെൻറ്ററായിട്ട് ചൂസ് ചെയ്താൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് 0 0 ആയിരിക്കും. നോ ഡൗട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ദെൻ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നു, സെമി സർക്കുലർ റിംഗ് ആണെങ്കിൽ എവിടെയായിരിക്കും സെൻറ്റർ ഓഫ് മാസ്? ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സെമി സർക്കുലർ റിംഗ്. സെമി സർക്കുലർ വയർ. ഓക്കെ, നോക്കൂ, ഇതാ ഈ ബ്ലാക്ക് കളറിൽ വരച്ചതാണ് സെമി സർക്കുലർ വയർ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒറിജിൻ ഇവിടെ ചൂസ് ചെയ്യാം. ഒറിജിൻ ഇവിടെ നമ്മൾ ചൂസ് ചെയ്തു. ഒറിജിൻ നമ്മളിവിടെ ചൂസ് ചെയ്തു. അപ്പോൾ സിമ്മട്രി അനുസരിച്ച് ഇതാണ് റിംഗ് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അയാളുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ, ഞാൻ ഇവിടെ ഒറിജിൻ ചൂസ് ചെയ്താൽ സെൻറ്റർ ഓഫ് മാസ് ഈ വെർട്ടിക്കൽ ലൈനുമായി കമ്പയർ ചെയ്ത് പറയുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണോ ലെഫ്റ്റ് സൈഡിലോട്ടാണോ? ഒരു ഡൗട്ടും വേണ്ട, ഇതൊരു സിമ്മട്രിക് അറേഞ്ച്മെൻ്റ് അല്ലേ, യൂണിഫോം മാസ് ആണല്ലോ. യൂണിഫോം മാസ് ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ എവിടെയോ ആണ്. കറക്റ്റായിട്ട് എവിടെയും നമുക്ക് അറിയില്ല. ലെറ്റ് us assume the center of mass is at this point and this length you mark it as YCM. എന്തുകൊണ്ടാണ് XCM എന്ന് പറയാത്തത്? നിങ്ങൾ ഈ ആക്സിസ് Y ആയിട്ട് ചൂസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ അതിനെ YCM എന്ന് പറഞ്ഞത്. എക്സ് ആക്സിസ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, XCMൻ്റെ വാല്യൂ നമുക്ക് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാവും 0 ആണെന്ന്. പ്രൊവൈഡഡ് ഞാൻ ഒറിജിൻ ചൂസ് ചെയ്യുന്നത് ഈ പോയിന്റിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന് ഡെറിവേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡെറിവേഷൻ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക്. കാരണം നമുക്ക് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ മനസ്സിലായി, ഒറിജിൻ ഞാൻ ഇവിടെ ചൂസ് ചെയ്താൽ ഉറപ്പായും അയാളുടെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ വൈ കോർഡിനേറ്റ് ഈ വൈ ആക്സിസിൽ എവിടെയാണ്? നമുക്കറിയില്ല എവിടെയാണെന്ന് കൃത്യമായിട്ട്. ഏതോ ഒരു പോയിന്റിലുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ പറയുന്ന പോയിന്റ്സ് മനസ്സിലാവുണ്ടല്ലോ. എക്സ് കോർഡിനേറ്റ് ഈസ് 0, വൈ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ലൈ എലോങ് വൈ ആക്സിസ്. യു ഗോട്ട് ദ പോയിന്റ്? ഓക്കെ, ദെൻ നോക്കിക്കോളൂ എങ്ങനെ അത് കാണും. വൈ കോർഡിനേറ്റ് കാണും. അത് കാണാനുള്ള പ്രൊസീജിയറാണ് YCM is equal to integral dm into y by integral dm. ഞാൻ നേരത്തെ പഠിപ്പിച്ച അതേ ഇക്വേഷൻ. തൊട്ട് മുന്നേയുള്ള പ്രോബ്ലം ചെയ്യാൻ നമ്മൾ എന്ത് പ്രൊസീജിയറാണോ ഉപയോഗിച്ചത് അതേ പ്രൊസീജിയറാണ്. ഇൻറ്റഗ്രൽ dm into y by integral dm. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഈ dm എങ്ങനെ കാണും? dm എന്ന് പറയുമ്പോൾ ഈ റിങ്ങിലെ ഒരു ചെറിയ എലമെൻ്റ് എടുത്താൽ ആ എലമെൻറ്റിൻ്റെ മാസാണ് നമ്മളിവിടെ dm എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ dm കാണാനുള്ള പ്രൊസീജിയർ എന്താണ്? YCM ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ dmൻ്റെ വാല്യൂ. dm എങ്ങനെ സെറ്റ് ചെയ്യുക അറിയോ? m/π ഇൻറ്റു d തീറ്റ.
ആകെയുള്ള മാസ് എം. നിങ്ങൾക്കറിയാം ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ വരുന്ന ആംഗിൾ എത്രയാ? 0 to 180 ഡിഗ്രി. 180 ഡിഗ്രിയാണ് നമ്മൾ പൈ റേഡിയൻ എന്ന് മാറ്റി. സോ ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ആംഗിൾ, ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ആംഗിൾ ഇൻറ്റു ഈ എലമെന്റ് സെന്ററിൽ സബ്റ്റൻഡ് ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് നമ്മൾ ഡി തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. വാട്ട് ഈസ് ഡി തീറ്റ? ദാറ്റ് എലമെന്റ് ഡിസ്ക്രൈബ്സ് എം ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു സെന്റർ. ദാറ്റ് സ്മോൾ ആംഗിൾ ഈസ് ഡി തീറ്റ. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഈ എലമെന്റിന്റെ മാസ് കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്തത്? ഡി എം ഈസ് ഈക്വൽ ടു മാസ്, ടോട്ടൽ മാസ് by total angle, that is m by pi, into this elemental angle, small angle, that is d theta, into y. y എങ്ങനെ റീപ്ലേസ് ചെയ്യും? y നിങ്ങൾ നോക്കൂ, ഈ ട്രയാങ്കിളിലേക്ക് നോക്കിയാൽ ഇതാണല്ലോ അയാളുടെ y കോർഡിനേറ്റ്. ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് y കോർഡിനേറ്റ്. ഈ ഡിസ്റ്റൻസ് ആണല്ലോ അതിൻ്റെ റേഡിയസ്. ആ സെമി സർക്കുലാർ വയറിൻ്റെ റേഡിയസ് r ആണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും അറിയാമെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാൻ കഴിയും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ r. സോ y ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് r സൈൻ തീറ്റ. y ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് r സൈൻ തീറ്റ. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ y എങ്ങനെയാണ് റീപ്ലേസ് ചെയ്തതെന്ന്? r സൈൻ തീറ്റ ബൈ പിന്നെ വേറെ താഴെ വേറെ ഒന്നുമില്ല, ഇൻറ്റഗ്രൽ ഡി എം എന്ന് പറയുമ്പോൾ m ബൈ പൈ ഇൻറ്റു ഡി തീറ്റ. സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായോ? ദാ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. y സി എം ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to pi ഡി എം ഇൻറ്റു വൈ ബൈ 0 to pi ഇൻറ്റഗ്രൽ ഡി എം. എന്തുകൊണ്ടാണ് ലിമിറ്റ് 0 to pi? പറ, എന്തുകൊണ്ടാണ് 0 to pi? ഒരു ഡൗട്ടും വേണ്ട. നോക്കൂ, ഈ ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൻ്റെ വാല്യൂ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ വരിക എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയിലേ ഷിഫ്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് 0 to pi കൊടുക്കുന്നത്. റിംഗ് ആണെങ്കിൽ 0 to 2π അല്ലേ വരിക. ഇത് സെമി സർക്കുലർ അല്ലേ, അതുകൊണ്ടാണ് 0 to pi. ഡൗട്ടില്ലല്ലോ ലിമിറ്റ് കൊടുത്തത്. ടോട്ടൽ ആംഗിൾ 0 മുതൽ ഏത് വരെ പോവാം? പൈ വരെ പോവാം. അപ്പോൾ നമുക്ക് അതാ എം ബൈ പൈ ക്യാൻസലായി പോയി. Then YCM is equal to come on, ഇതാ r കോൺസ്റ്റന്റ് ആണ്, അയാളെ നമ്മൾ പുറത്തെടുത്തു. സൈൻ തീറ്റ ഡി തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? സൈൻ തീറ്റ ഡി തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് മൈനസ് കോസ് തീറ്റ വരും. മൈനസ് കോസ് തീറ്റ 0 to pi ആണ് ലിമിറ്റ് ബൈ ഡിനോമിനേറ്ററിൽ ആരാ കിടക്കുന്നത്? എം ബൈ പോയി കട്ടായി പോയി. ദെൻ ബാക്കി ഡി തീറ്റയിലേ ഉള്ളത് ഡി തീറ്റ, സ്മോൾ ആംഗിൾ ഡി തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? തീറ്റ. തീറ്റയുടെ ലോവർ ലിമിറ്റ് ഏത് വരെ പോകും? ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് ഏത് വരെ പോകുന്നു? പൈ വരെ പോകുന്നു. ഓർമ്മിച്ചോളൂ, എം ബൈ പൈ കട്ടായി പോയി. ഡിനോമിനേറ്ററിൽ ഡി തീറ്റ ഉണ്ട്. ഡി തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ തീറ്റ എന്ന് കിട്ടും. തീറ്റയുടെ ലിമിറ്റ് ഏത് തൊട്ട് ഏത് വരെ പോകുന്നു? 0 to pi വരെ പോകുന്നു. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങളിതാ ആദ്യം മൈനസ് സൈൻ പുറത്തെടുത്തോളൂ. കോസ് പൈ -1, ദെൻ കോസ് 0 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ഡിനോമിനേറ്ററിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നു ഇറ്റ് ഈസ് ഈക്വൽ ടു 2r by pi is the final answer. 2r by pi ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് നമ്മൾ ഇവിടെ ഗസ് ചെയ്തിരുന്നല്ലോ, ഇവിടെ എവിടെയോ ആണ് അയാളുടെ സെൻറ്റർ ഓഫ് മാസ് എന്നും അയാളുടെ y കോർഡിനേറ്റ് YCM ആണെന്നും പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ YCM വന്നിരിക്കുന്നത് 2r by pi ഡിസ്റ്റൻസിലാണ്. ഒറിജിനിൽ നിന്നും 2r by pi ഡിസ്റ്റൻസിലാണ് അയാളുടെ സെൻറ്റർ ഓഫ് മാസ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ചെയ്ത മെത്തേഡ് ക്ലിയർ ആയോ? നമ്മൾ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇൻ്റഗ്രൽ ഡി എം ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഡി എം. ദെൻ നമ്മൾ ഡി എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എം ബൈ പൈ ഇൻറ്റു ഡി തീറ്റ. അതുപോലെ വൈ റീപ്ലേസ് ചെയ്യുന്നു ആർ സൈൻ തീറ്റ. എന്തിനാണ് വൈ റീപ്ലേസ് ചെയ്തത്? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആംഗിളിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ടാണ് ഡിസ്റ്റൻസിനെ നമ്മൾ ആംഗിളിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ദെൻ വേറെ സിമ്പിൾ സ്റ്റെപ്പാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, 2r by pi is the solution. ആൻസർ. അപ്പം ഞാൻ കോർഡിനേറ്റ്സ് എഴുതട്ടെ ഇയാളുടെ. ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. എഴുതിയെടുത്തില്ലെങ്കിലും പേടിക്കേണ്ട. ഇതാ ഇവിടെ ഞാൻ സൊല്യൂഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കിക്കോളൂ. കോർഡിനേറ്റ്സ് RCM ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ കൊടുക്കാം 0,
2r/π. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എഴുതും, 0 ഇല്ലല്ലോ, ഒന്ന് എക്സ് കോർഡിനേറ്റ് പോയി, വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ ആണ് 2r/π ആണല്ലോ, 2r/π ജെ ക്യാപ്. ശരിയല്ലേ? അപ്പോൾ ആർ സി എമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ എന്ത് തന്നെ വരും? 2r/π. ഇവിടെ ഈ ആർ സി എം എന്ന് പറയുമ്പോൾ അത് ആര് തന്നെയാണ്? വൈ സി എം. വൈ സി എം ഈസ് ഈക്വൽ ടു 2r/π. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2/π ഇൻറ്റു ആർ അല്ലേ? ഈ 2/π എന്ന് പറഞ്ഞാൽ നമ്പറിൻ്റെ വാല്യൂ എത്രയാണ്? 2/π. പൈ 3.14. അപ്പോൾ 2/3.14 ഈസ് എ നമ്പർ വിച്ച് ഈസ് ലെസ് ദാൻ 1. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇതാണ് ആറ്, ഇത്രയും ഡിസ്റ്റൻസ് ആണ് ആറ്. ഈ ആറിന് മുന്നേ എവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് വരുന്നത്? 2/π ഇൻറ്റു ആർ. ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. അപ്പോൾ റിംഗ് ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഈസ് അറ്റ് ദ സെൻറ്റർ. ബട്ട് സെമി സർക്കുലർ റിംഗ് ആണെങ്കിൽ ഇഫ് യു ചൂസ് എ പോയിന്റ് ഹിയർ ആസ് ഒറിജിൻ, ദെൻ at a distance 2r/π from that origin. ഓക്കെ. റിങ്ങിനെ പോലെ തന്നെ ഡിസ്ക്, ഹോളോസ്ഫിയർ, സോളിഡ് സ്ഫിയർ, കോൺ, അങ്ങനെ ഒരുപാട് അറേഞ്ച്മെൻറ്റുകളുണ്ട്. ഇവരുടെയൊക്കെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ നമുക്ക് ഈ പ്രൊസീജിയർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ സെക്കൻഡ് ലെവൽ കൊമ്പൻഡിയം ഡിസ്കഷനിലും അതുപോലെ IIT ക്ലാസ്സുകളിലും അതുപോലെ അഡ്വാൻസ്ഡ് മെഡിക്കൽ ക്ലാസ്സുകളിലും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്നാലും ഫോർ ദ ടൈം ബീങ് ഞാൻ എല്ലാം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം, റിസൾട്ടുകളെല്ലാം ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് മെമ്മറിയിൽ വെച്ചോളൂ കേട്ടോ. അതായത് അറിയില്ലെന്ന് പറയരുത്, ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് കൂടുതൽ ഞാൻ ഇവിടെ നിങ്ങൾക്കത് ഡിസ്കസ് ചെയ്ത് തരുന്നില്ല. ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഓരോ സ്ലൈഡും നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഞാൻ അടുത്തത് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സെമി സർക്കുലർ പ്ലേറ്റ്. സെമി സർക്കുലർ പ്ലേറ്റ്, അതായത് വേണമെങ്കിൽ സെമി സർക്കുലർ ഡിസ്ക് എന്ന് പറയാം, ഡിസ്കിൻ്റെ പകുതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഡിസ്ക് ആയിരുന്നെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? യൂണിഫോംലി തിക്കായിട്ടുള്ള ഡിസ്ക് ആണെങ്കിൽ എവിടെയായിരിക്കും സെൻറ്റർ ഓഫ് മാസ് വരിക? നോ ഡൗട്ട് സെൻറ്ററിലായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ വീട്ടിലൊരു ചപ്പാത്തി ഉണ്ടാക്കി, ചപ്പാത്തി കണ്ടിട്ടില്ലേ? ചപ്പാത്തിയുടെ സെൻറ്റർ ഓഫ് മാസ് കറക്റ്റ് സെൻറ്ററിൽ വരുമോ? നിങ്ങളെല്ലാം ഭംഗിയായിട്ട് സർക്കുലറായിട്ട് ഉണ്ടാക്കിയാലും ചിലപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എവിടെ വരണമെന്നില്ല, സെൻറ്ററിൽ വരണമെന്നില്ല. എന്താ കാരണം അറിയോ? നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് യൂണിഫോം തിക്നെസ് ആവണമെന്നില്ല. വല്ല മെഷീനിലൊക്കെ വെച്ചാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദാറ്റ് ചപ്പാത്തി ഈസ് അറ്റ് ദ സെൻറ്റർ. ഓക്കെ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, ചപ്പാത്തിയുടെ സെൻറ്റർ ഓഫ് മാസ് എപ്പോഴും അതിൻ്റെ എവിടെ വരണമെന്നില്ല, ജോമെട്രിക് സെൻറ്ററിൽ വരണമെന്ന് നിർബന്ധമില്ല. കാരണം തിക്നെസ് കൂടെ നോക്കണം നിങ്ങൾ. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് യൂണിഫോംലി തിക്കായിട്ടുള്ള ആരെക്കുറിച്ചാണ്? ഒരു ഡിസ്കിനെ കുറിച്ചാണ്, സെമി സർക്കുലർ പ്ലേറ്റിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള പ്രൊസീജിയർ മാത്തമാറ്റിക്സ് ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ IIT ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് തരാം. ആ ഫൈനൽ റിസൾട്ട് മെഡിക്കൽ സ്റ്റുഡൻസ് ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ഫൈനൽ റിസൾട്ട് ഇതാ കിടക്കുന്നു. എന്താണ് ഫൈനൽ റിസൾട്ട്? യെസ്, 4r/3π. റിംഗ് ആണെങ്കിൽ 2r/π അല്ലേ? ഡിസ്ക് ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ് വരുന്നത്? എത്ര ഡിസ്റ്റൻസ് അകലെ വരുന്നു? അറ്റ് എ ഡിസ്റ്റൻസ് 4. ഇവിടെ എവിടെയോ ആണ് പോയിന്റ്. അറ്റ് എ ഡിസ്റ്റൻസ് YCM ഈസ് ഈക്വൽ ടു 4r/3π. സെമി സർക്കുലർ വയറിന് 2r/π. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. അതുപോലെ തന്നെ സെമി സർക്കുലർ യൂണിഫോംലി തിക്ക് പ്ലേറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് 4r/3π. 4r/3π. ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസ് ഇതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലോട്ട് പോകേണ്ട കാര്യമില്ല. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ട് നോക്കണം. അത് നമ്മളുടെ കോമ്പൻഡിയം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് തരും. ഇപ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തോളൂ, 4r/3π. ഓക്കെ. ഡിസ്ക് ഓർ സെമി സർക്കുലർ പ്ലേറ്റ്. ഹെമിസ്ഫിയർ. യൂണിഫോം സ്ഫിയർ ആണെങ്കിൽ എവിടെയാ സെൻറ്റർ ഓഫ് മാസ്? നോ ഡൗട്ട് അറ്റ് സെൻറ്റർ. ഒരു കോഴിമുട്ടയുടെ സെൻറ്റർ ഓഫ് മാസ് കറക്റ്റ് സെൻറ്ററിലായിരിക്കുമോ? നിർബന്ധമില്ല. കാരണം അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാലോ. ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആണോ ശരിക്ക്? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് എവിടെയെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. നമുക്കിതുപോലെ ഇക്വേഷൻസൊക്കെ വെച്ച് കണ്ടുപിടിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് യൂണിഫോം സ്ഫിയർ ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് സെൻറ്ററിലായിരിക്കും. ഇപ്പം നമ്മൾ പറയുന്നു ഹെമിസ്ഫിയർ.
ഹെമിസ്ഫിയറിൻ്റെ പ്രൊസീജിയർ നമ്മൾ ചെയ്തു പോയാൽ നമുക്ക് ഫൈനലി കിട്ടും ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് 3r/8 3r/8 ഓർമ്മിച്ച് വെച്ചോളൂ. റിംഗ് സെമി സർക്കുലാർ വയർ 2r/π. ഡിസ്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പം നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞു? ഹെമിസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ ഡിസ്കഷൻ പാർട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഒന്നുകൂടെ മാത്തമാറ്റിക്സുമായി കംഫർട്ടബിൾ ആയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഭാഗം ഡിസ്കസ് ചെയ്തു തരും. ഞാൻ പറഞ്ഞല്ലോ, അത് കൊമ്പണ്ടിയൻ ഡിസ്കഷനിൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഓക്കെ, അടുത്തേക്ക് പോകാം. ബോർഡ് എക്സാം പോയിന്റ് ഓഫ് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഓൺലി ഫോർ എൻട്രൻസ് പർപ്പസ് കേട്ടോ. സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സർക്കുലാർ കോൺ, ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. കോൺ ആണെങ്കിൽ എവിടെയാണ് സെൻറ്റർ ഓഫ് മാസ്? ഇതൊന്നും നിങ്ങളുടെ NCERT ബുക്കിൽ ഇല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്നതാണ്. ഇതെല്ലാം ബൈഹാർട്ട് ചെയ്താൽ മതി നിങ്ങൾ. ഇതൊന്നും ഡിറൈവ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. ദ സോളിഡ് കോൺ, ഐസ്ക്രീമിൻ്റെ ഒക്കെ കോണില്ലേ, സോളിഡ് കോൺ. ദാ ഇതിൻ്റെ ബേസ് തൊട്ട് വെർട്ടെക്സ് വരെയുള്ള ഡിസ്റ്റൻസ് h ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും അറിയാമോ നിങ്ങൾക്ക്? ദാ എവിടെയാണ്? അറ്റ് എ ഡിസ്റ്റൻസ് h/4 ഫ്രം ദ ബേസ്, h/4 ഫ്രം ദ ബേസ്, ഓർ 3h/4 ഫ്രം ദ വെർട്ടെക്സ്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടോയുടെ പ്രോബ്ലം ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. ആ ടോയുടെ പ്രോബ്ലത്തിൽ ഈ പോയിന്റ് നമുക്ക് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, അറ്റ് എ ഡിസ്റ്റൻസ് h/4 ഫ്രം ദ ബേസ് ഓർ 3h/4 ഫ്രം ദ വെർട്ടെക്സ്. ഓക്കെ, അതുപോലെ നമുക്ക് ഇതെല്ലാം കൂടെ ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. ട്രയാങ്കുലർ പ്ലേറ്റ് h/3, then right circular cone h/4, semicircular plate 4r/3π, semicircular wire 2r/π, ഹെമിസ്ഫിയർ 3r/8. ഇതെല്ലാം ഓർമ്മിച്ച് വയ്ക്കാം. നമുക്കിതിൻ്റെ ഡെറിവേഷൻ പാർട്ട് ഞാൻ പറഞ്ഞു, എക്സാം പോയിന്റ് ഓഫ് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ബട്ട് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ പ്രോബ്ലംസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇവരുടെയൊക്കെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് അറിഞ്ഞാലേ ചില പ്രോബ്ലംസിൽ നമുക്ക് ഫർദർ സ്റ്റെപ്പ് വെക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, കൂടുതലായിട്ട് നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഡെറിവേഷൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. ദെൻ അതിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുമ്പോൾ നമുക്കത് ലൈവ് ഡിസ്കഷനിലൂടെ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് വായിക്കുക. സെൻറ്റർ ഓഫ് മാസ് കഴിഞ്ഞിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.